നമസ്കാരം. ഞാൻ പലപ്പോഴായും പറയാറുണ്ടല്ലോ, കാലഘട്ടം മാറിക്കഴിഞ്ഞെന്നും 2013 മുതലൊക്കെ ദൈവം വെച്ചിരിക്കുന്ന ചില പുതിയ രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ ഇതിന് മുമ്പുണ്ടായിരുന്ന കാര്യങ്ങൾ നിർത്തലാക്കിയോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായും നിന്നു പോയിട്ടില്ല. എന്നാൽ ഈ സത്യയുഗം എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടത്തിന്റെ തുടക്കമായതുകൊണ്ട് കുറെ പുതിയ അപ്ഡേഷനുകൾ ഈ പ്രകൃതി നമുക്ക് വേണ്ടി ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിൽ ഒരെണ്ണമാണ് കഴിഞ്ഞതിലൊക്കെ ഞാൻ പറഞ്ഞതുപോലെ എത്രയും വേഗം കർമ്മഫലങ്ങളെല്ലാം അനുഭവിപ്പിച്ച് തീർത്ത് ആത്മാക്കളെ ആ മോക്ഷ ലെവലിലേക്ക് കൊണ്ടുപോവുക. എന്നാൽ ചില ആത്മാക്കളെ കർമ്മഫലങ്ങളെല്ലാം അനുഭവിപ്പിച്ച് പഠിപ്പിച്ച് സത്യയുഗത്തിലേക്കും അവരെ കടത്തിക്കൊണ്ടു പോവുക. അപ്പൊ സത്യയുഗം എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞതിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവരവർ തന്നെ ഈ ഭൂമിയിൽ ഒരു സ്വർഗം പോലെയുള്ള ഒരു ജീവിതം ആസ്വദിക്കുന്നതാണ് ഈ സത്യയുഗം. ഇത് ഒരു കുടുംബത്തിൽ നിന്നും പിന്നെ 2 കുടുംബമായി, 3 കുടുംബമായി, 4, 5 കുടുംബമായി, 10 കുടുംബമായി, ഒരു ദേശമായി, ഇങ്ങനെ കൂടി ഭൂമി മൊത്തം വ്യാപരിക്കാൻ ഒരു 350 വർഷത്തോളം എടുക്കും എന്നൊക്കെ ഞാൻ കഴിഞ്ഞതിലൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറയുന്നത് ഇതിലേക്ക് ദൈവം ആരെയാണ് എത്രയും പെട്ടെന്ന് കർമ്മഫലങ്ങൾ അനുഭവിപ്പിച്ച് കൊണ്ടുപോകുന്നത്, എത്രക്കാരെയാണ് എന്നതിനെ കുറിച്ച് കുറച്ചും കൂടി വിശദീകരിച്ചാണ് ഇപ്പൊ ഞാൻ പറയുന്നത്. നമ്മളീ കാണുന്ന ഈ ജനസമൂഹത്തില് തിന്മയിൽ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, എന്നാൽ നന്മയിൽ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ തിന്മയാണ് ഇപ്പോൾ ഒരുപാട് കൂടിയിരിക്കുന്നത്. പക്ഷെ നമ്മൾ തിന്മ ഒരുപാട് കൂടിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ പലവരും ഒരു 75-80% ആൾക്കാരും ദൈവം നന്മയായി തിരിച്ചു കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്യുന്ന ആത്മാക്കളാണ്. ഈ ഒരു 70-80% തിന്മയിൽ നിൽക്കുന്നത്. പക്ഷെ ഒരു 10% ഒക്കെയാണ് ശരിക്കും പറഞ്ഞ ആ നന്മ മാത്രം മതി, എന്ത് നേട്ടം കിട്ടിയാലും ശരി, എന്ത് ദോഷം വന്നാലും ശരി, എനിക്ക് നേരും നെറിയോടുകൂടി നിന്നേ പറ്റൂ എന്ന് 100% ഉറച്ചു നിൽക്കുന്നത് ഒരു 10% കാണുള്ളൂ. ബാക്കി ഒരു 10% ഒക്കെയാണ് ദൈവം വേണ്ട, എനിക്ക് നെഗറ്റീവായിട്ട് ജീവിച്ചാൽ മതി, എനിക്ക് നരകം അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ എനിക്ക് അത് തന്നെ മതി എന്നും പറഞ്ഞ് തനി നെഗറ്റീവായി ജീവിക്കുന്ന ഒരു മനസാക്ഷിയോ അല്ലെങ്കിൽ ധർമ്മബോധമോ ഇല്ലാത്ത ഒരു വിഭാഗം ഒരു 10% കാണുള്ളൂ. അവർ പൂർണ്ണമായി അവരാഗ്രഹിക്കുന്നത് പോലെ തന്നെ ആ ആത്മാക്കളെല്ലാം ദൈവം നശിപ്പിച്ച് കളയുകയും ചെയ്യും. അവസാനം അവരെ ഒരിടത്ത് കൊണ്ടുപോകുന്നില്ല, അവരെ നശിപ്പിച്ച് കളയും. പക്ഷെ ബാക്കിയുള്ള സകലമാന ആത്മാക്കളിലും പല പല റേഞ്ച് തലത്തിലുള്ള വളർച്ചയുള്ള ആത്മാക്കളുണ്ട്. ഇപ്പൊ ചിലര് 100% എത്തണം എന്ന് അതിയായി ആഗ്രഹിച്ചിരിക്കുന്ന, അതായത് സത്യയുഗത്തിലേക്ക് എനിക്ക് ആ യുഗം, ആ ഒരു സന്തോഷം അല്ലെ ആ ഒരു സ്വർഗം എന്ന് പറയുന്ന ഒരു അനുഭൂതി ഭൂമിയിൽ തന്നെ എനിക്ക് അനുഭവിച്ച് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ കുറച്ചുണ്ട്. എന്നാൽ എനിക്ക് ഇവിടെ എല്ലാം ജയിച്ച് ഇനിയൊരു ജന്മമേ എനിക്ക് വേണ്ട, എനിക്ക് ആ ദൈവത്തിലേക്ക് എത്തിയാൽ മതി എന്ന് ആഗ്രഹിക്കുന്നവരും ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരവരുടെ ആത്മാവിന്റെ ഇഷ്ടം നോക്കി വേണം നമ്മളിത് മുന്നോട്ട് പോകേണ്ടത്. ഇപ്പൊ എനിക്ക് സത്യയുഗത്തിലേക്ക് പോകണം, അങ്ങനെ ഒരു യുഗം ഭൂമിയിൽ ഉണ്ടെങ്കിൽ എനിക്ക് അതിന്റെ ഒരു ഭാഗമാകണം എന്ന് അതിയായ ആഗ്രഹത്തുള്ളവർ മനസ്സിലാക്കിക്കൊള്ളണം, നിങ്ങളുടെ ആത്മാവ് അതിനു വേണ്ടിയിട്ടാണ് ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആത്മാക്കൾ വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷെ അവർ കുറച്ച് കഷ്ടത്തിലൂടെയൊക്കെ അവർ ശോധന ചെയ്യപ്പെട്ട് ഇപ്പോൾ സ്വർണത്തെ തീയിലൂടെ ഉരുക്കി അതിനെ തനി തങ്കമാക്കുന്ന ഒരു പ്രക്രിയ പോലെ ഇത്ര ആത്മാക്കൾക്ക് ഭൂമിയിൽ ചില ശോധനകൾ വരും. പക്ഷെ അവിടെ എല്ലാം ഇവരത് ജയിച്ചിരിക്കും. ഒരിക്കലും ഒരു ശോധന മേഖലയിൽ ഇവർ പരാജയപ്പെടൂല. ഇവരിലെ തിന്മയെ അല്ലെങ്കിൽ ഈ ആസുര ശക്തികളെ ഇവർ തന്നെ ജയിച്ച് അവർ ഈ സത്യയുഗം എന്ന ആ ഒരു കാലഘട്ടത്തിന്റെ ആ ഒരു ജീവിതം ഈ ഭൂമിയിൽ തന്നെ ആസ്വദിക്കും. അതിന് മാറ്റമൊന്നുമില്ല. പക്ഷേ ഒരുപാട് പേര് ഇതിലോട്ടൊന്നും വിശ്വസിക്കില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിലോട്ടൊന്നും വിശ്വസിക്കാത്ത ഒരുപാട് പേരുണ്ട്. അവരുടെ ആത്മാക്കൾക്ക് ഇങ്ങനെ ഒരു യുഗത്തിലോട്ടുള്ള ഒരു ജീവിതം പ്ലാൻ ചെയ്തിട്ടില്ല. അങ്ങനെ പ്ലാൻ ചെയ്യാത്തതുകൊണ്ടാണ് അവർക്കൊന്നും ഞാൻ ഈ പറയുന്ന കാര്യത്തിലേക്ക് വിശ്വാസം വരാത്തത്. പക്ഷെ അവർക്ക് സൃഷ്ടാവ് ദൈവത്തിലേക്ക് എത്തണമെന്നുണ്ട്. ആ ദൈവം തന്നെയാണ് ഞാനും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ അവർക്ക് തോന്നുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ സത്യയുഗം എന്നൊക്കെ പറയുന്ന അങ്ങനെയൊക്കെ അതൊക്കെ ഉണ്ടോ, അതൊക്കെ ഇനി എത്രയോ നാൾ കഴിഞ്ഞിട്ട് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ആത്മാക്കളുണ്ടെങ്കിൽ മനസ്സിലായിക്കൊള്ളണം, നിങ്ങൾ ദൈവത്തിലേക്ക് എത്തും. ആ ദൈവത്തിന്റെ പോസിറ്റീവിലേക്ക് നിങ്ങൾ പോണം. പക്ഷെ ഈ യുഗത്തിന് വേണ്ടി നിങ്ങളെ പ്ലാൻ ചെയ്തിട്ടില്ല. അങ്ങനെ പ്ലാൻ ചെയ്ത ആത്മാക്കൾക്ക് ഞാൻ ഈ പറയുന്നത് ശരിയാണ് എന്ന് അവരുടെ ഉള്ളിൽ നിന്നൊരു ബോധം വരും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എനിക്കും അതിലോട്ട് പോകണം എന്ന ആഗ്രഹവും വരും. അങ്ങനെയുള്ളവർ മനസ്സിലായിക്കൊള്ളണം, നിങ്ങൾ ഇതിൽ പ്ലാൻഡ് ആണ്. അപ്പൊ നിങ്ങൾക്കും ഈ ഭൂമിയിൽ ഒരു ട്രെയിനിങ് വരും. എന്തുകൊണ്ട് ഈ ട്രെയിനിങ് വരുന്നു എന്ന് പറഞ്ഞാൽ ഈ കർമ്മഫലം അതിജീവിച്ചാല് എങ്ങനെയല്ല അതിജീവിക്കാം, പരിഹാരങ്ങളിലൂടെ അതിജീവിക്കാം, ബുദ്ധിപരമായി നിയമങ്ങളെല്ലാം പാലിച്ച് ഇനി കർമ്മം തെറ്റാതെ മുന്നോട്ട് പോവുകയും അങ്ങനെ ഭൂമിയിൽ സന്തോഷത്തിലേക്ക് നിങ്ങൾ എത്തുകയും ചെയ്യും.
പക്ഷെ കഴിഞ്ഞ ജന്മം, അതിന് മുന്നേ ജന്മം, പാരമ്പര്യ ശാപം, പാരമ്പര്യമായിട്ട് വരുന്ന നെഗറ്റീവ്, അങ്ങനെയൊന്നും ഈ സൃഷ്ടാവായ ദൈവത്തിലേക്ക് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് എത്തുന്ന സകല മതത്തിലെ സകല പ്രവാചകരെയും സകല അവതാര പുരുഷന്മാരെയും സ്വീകരിക്കുന്നവർക്ക് ആ കഴിഞ്ഞ ജന്മങ്ങളുടെ ആ കർമ്മഫലം ഇല്ല. പക്ഷെ അവർ ഈ ജന്മത്തിൽ അവരുടെ മാതാപിതാക്കൾ വഴിയോ അവരുടെ അറിവില്ലായ്മയോ തെറ്റിപ്പോയ പല മേഖലകളിലും ഭക്തിയുടെ കേന്ദ്രങ്ങളിലാണെങ്കിൽ പോലും അവരുടെ കർമ്മഫലങ്ങൾ അവർ അനുഭവിച്ച് തീർക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഉള്ളവർ എന്റെ ഈ മെസ്സേജിലൂടെ ശരിയും തെറ്റും തിരിച്ചറിഞ്ഞിട്ട് പശ്ചാത്തപിക്കുകയും എത്രയും പെട്ടെന്ന് ആ ശരിയിലേക്ക് അവർ വരികയും ചെയ്താൽ അവരുടെ കർമ്മഫലം ദൈവം തന്നെ ഇളവ് ചെയ്യുകയും ഇനി അവർ തെറ്റാതെ മുന്നോട്ട് പോകാൻ കഴിയുകയും ചെയ്യും. ഇതിത്തിരി പാടാണ് തെറ്റാതെ മുന്നോട്ട് പോവുക എന്ന് പറയുന്നത്. കാരണം പല രീതിയിലും നമ്മൾ പഠിച്ചിരിക്കുന്ന, നമ്മൾ ആ ഒരു വഴക്കം വന്നിരിക്കുന്ന കാര്യം ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അങ്ങോട്ട് മാറാൻ പറ്റൂല. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ ഒരു വീട്ടിൽ സ്ത്രീകളാണെങ്കിൽ നോക്കിക്കൊള്ളണം, അല്ലെങ്കിൽ പുരുഷന്മാരാണെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഉപകരണങ്ങൾ, ജോലി സാധനങ്ങൾ, അല്ലെ എന്തെങ്കിലും കാര്യങ്ങൾ പെട്ടെന്ന് മാറി, ഒരു ചെരുപ്പാണെങ്കിൽ പോലും പെട്ടെന്ന് പൊട്ടി പുതിയൊരു ചെരുപ്പ് വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ ആ തൊട്ട് മുമ്പിട്ടുന്ന ചെരുപ്പിന്റെ സുഖം ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. പുതിയ ചെരുപ്പ് ഇടുമ്പോൾ അവിടെ ചിലപ്പോൾ മുറിഞ്ഞിരിക്കും. അപ്പൊ അതുപോലെ ഞാൻ ഈ പറയുന്ന ഒരു പുതിയ കാര്യത്തിലേക്ക് പെട്ടെന്നൊരു മാറ്റം വരുമ്പോൾ അത് നിങ്ങൾക്ക് പെട്ടെന്ന് അതങ്ങോട്ട് സാധിക്കില്ല. പക്ഷെ ഒന്ന് എഴുകി പഴക്കം വന്നാൽ പിന്നെ അത് സ്മൂത്തായിട്ട് മുന്നോട്ട് പോയിക്കോളും. അതുവരെയുള്ളൊരു പാടേ ഉള്ളൂ. അപ്പൊ അങ്ങനെ വരുന്ന ഒരു വിഭാഗം എന്തായാലും സത്യബോധത്തിലോട്ട് വന്നിരിക്കും. എന്നാൽ ഒരുപാട് പേര് ഈ മോക്ഷത്തിലേക്ക് ദൈവം ഇനി കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. കാരണം ഇനി അവർക്ക് അടുത്ത ജന്മങ്ങൾ കൊടുത്ത് പഠിപ്പിക്കാനായിട്ട് ഒന്നുമില്ല. അവരെ ഈ കാലഘട്ടത്തിൽ തന്നെ സകല അറിവും കൊടുത്ത് പഠിപ്പിച്ചുകൊണ്ടിരിപ്പുണ്ട്. ഇതിന് അതിപ്രധാനമായ ഒരു വിഭാഗമാണ് ദൈവത്തിന് വേണ്ടിയുള്ള ദൈവജോലിക്കാർ. അതെല്ലാ മതത്തിലുമുണ്ട്. നമ്മൾ ഈ കാണുന്ന ഇപ്പൊ ഈ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരുപാട് പേര് ദൈവം എന്നൊക്കെ പറഞ്ഞ് ചക്രാസിനെ കുറിച്ചും പല ധ്യാന മാർഗങ്ങളെ കുറിച്ചും ഓരോ യോഗങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് രീതിയിൽ ചില അമാനുഷിക ശക്തികളെ കാണുന്ന അലഞ്ഞു തിരിയുന്ന ആത്മാക്കളെ കാണുന്നു, അവരോട് സംസാരിക്കുന്നു. ഇങ്ങനെയൊക്കെ ഉള്ള കഴിവുള്ള അനേകർ നമ്മുടെ യൂട്യൂബിൽ നോക്കിയാൽ കാണാം. ഇതിലൊന്നും നമ്മൾ പ്രത്യക്ഷമായി അറിയാത്ത ഒരുപാട് പേരുമുണ്ട്. പക്ഷെ ഇവരെല്ലാവരും ആത്മീയ മാർഗത്തിൽ ആ ഒരു ലെവലിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന ആത്മാക്കളാണ് എന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ ഇവരാരും മിക്കവരും, എല്ലാവരും പറയാൻ പറ്റൂല, ഇവർക്ക് പലർക്കും ഈ കാലഘട്ടം തുടങ്ങിയെന്നും ഇനി ദൈവം അപ്ഡേറ്റ്, അതായത് പുതുക്കി വെച്ചിരിക്കുന്ന പുതിയ ചില പ്രക്രിയകൾ ഈ ഭൂമി തുടങ്ങിക്കഴിഞ്ഞു എന്നൊന്നും ഇവർക്ക് ആർക്കും ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. കാരണം ഇവർക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് ഒക്കെ കഴിഞ്ഞ കാലത്തിന്റെ ബാക്കി എന്നോണം കുറച്ച് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഈ 2013 ശേഷം ധ്യാനത്തിലൂടെ സൃഷ്ടാവാൻ ദൈവത്തിന്, മറ്റുള്ള ശക്തികളല്ല, സൃഷ്ടാവാൻ ദൈവത്തിൽ നിന്നും എന്തെങ്കിലും ഇൻഫർമേഷനോ അറിയിപ്പുകളോ കിട്ടിയിട്ടുള്ളവർക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന് ഇക്കൂട്ടറിൽ ആരെങ്കിലും അത് മനസ്സിലാവുള്ളൂ. പക്ഷെ അത്തരക്കാരും ഈ കാലഘട്ടത്ത് ദൈവം കർമ്മഫലങ്ങൾ അതിവേഗം അനുഭവിപ്പിച്ച് അവരുടെ ആത്മാക്കളെയും മോക്ഷത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അത് തുടങ്ങിക്കഴിഞ്ഞു. അപ്പൊ ഈ ദൈവീക മേഖല നിൽക്കുന്ന പലർക്കും ഇപ്പോ കഴിഞ്ഞ കാലഘട്ടത്ത് ഇവർക്കൊക്കെ സൗജന്യമായി ദൈവം ഇളവ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടമായിരുന്നു. കാരണം ജന്മങ്ങളുണ്ടല്ലോ. അപ്പൊ അടുത്ത ജന്മം അല്ല അതിന്റെ അടുത്ത ജന്മത്തിൽ പഠിപ്പിച്ചാൽ മതി എന്ന് വിചാരിച്ച് അവരെയൊക്കെ മരണം വരെ ഇങ്ങനെ ഒരു എത്ര കർമ്മം തെറ്റിയാലും അധികം അതിന്റെ ഫലം കൊടുത്ത്, അതായത് ഈ കർമ്മഫലം അനുഭവിക്കുമ്പോൾ വിഷയങ്ങൾ വരും, പ്രശ്നങ്ങൾ വരും, കുടുംബത്തിന്റെ അകത്ത് വിഷയങ്ങൾ വരും, പല രീതിയിലും രോഗങ്ങളൊക്കെ വന്ന് ഇങ്ങനെ അവരൊക്കെ ഇതിലൊക്കെ കിടന്ന് കഷ്ടപ്പെടും. അപ്പൊ ഇവരെയൊക്കെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരുപാട് ജനങ്ങൾ തെറ്റിദ്ധരിക്കും. കാരണം ദൈവത്തിന്റെ കൂടെ ദൈവിക മാർഗത്തിലും മറ്റ് അദൃശ്യ ശക്തികളോട്ടൊക്കെ സംസാരിക്കുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്ന വ്യക്തികൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള കഷ്ടങ്ങൾ വരുന്നു എന്നൊക്കെ പറഞ്ഞ് ഈ ഭക്തർ പലരും ദൈവത്തെ തെറ്റിദ്ധരിക്കും. അപ്പൊ അത് കാരണമാണ് ഈ കാലഘട്ടങ്ങളിലൊന്നും ഇവർക്കൊന്നും പ്രത്യക്ഷത്തിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരാതെ ദൈവം കൃപയാൽ എന്ന് വേണമെങ്കിൽ പറയാം. ക്രിസ്ത്യാനികൾ അങ്ങനെ പറയുന്നത് കൃപയാൽ ഇവരെയൊക്കെ സംരക്ഷിച്ചു കൊണ്ടിരുന്നതാണ്. ഇനി ഇങ്ങനെ സംരക്ഷിച്ചു കൊണ്ടിരുന്നാൽ ഇനി ഈ കാലഘട്ടത്ത് മോക്ഷം എന്ന ലെവൽ അല്ലെങ്കിൽ നിത്യത എന്ന ഒരു ലെവലിലേക്ക് ഇവരുടെ ആത്മാക്കളെ കൊണ്ടുവരാൻ കഴിയില്ല. കാരണം ഇനി കാലഘട്ടങ്ങളില്ല. അതുപോലെ ഇപ്പൊ സത്യയുഗത്തിലോട്ട് തുടങ്ങിക്കഴിഞ്ഞു. അപ്പൊ എത്രയും വേഗം ഈ ആത്മാക്കളെല്ലാം ആ അടുത്ത ഡയമെൻഷനിലോട്ട് അല്ലെങ്കിൽ നിത്യത അല്ലെങ്കിൽ സ്വർഗം എന്ന് പറയുന്ന ഡയമെൻഷനിലോട്ട് എടുത്തുകൊണ്ട് പോകണം. ചിലരെ അതിൽ നിന്ന് പഠിപ്പിച്ച് സത്യയുഗത്തിലോട്ട് കൊണ്ടുപോകണം. അപ്പൊ ഈ പ്രക്രിയ ഇപ്പൊ തുടങ്ങിക്കഴിഞ്ഞു. ഈ കാലഘട്ടം മാറി. ഇപ്പൊ ദൈവം ചെയ്യുന്നത് ന്യായമായ വിധിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പൊ ഒരു ആത്മീയ ഗുരു, ഇപ്പൊ ഒരു ക്രിസ്ത്യാനിയായാലും പെന്തക്കോസ് ആണെങ്കിലും ഹൈന്ദവ ഏത് ആത്മീയ ഗുരു ഒരുപാട് കാര്യങ്ങൾ ഗ്രന്ഥങ്ങളിൽ നിന്നുമൊക്കെ പഠിച്ച് ജനങ്ങളെ പഠിപ്പിക്കുന്നു. അതൊക്കെ ഓക്കെ.
എന്നാൽ ഈ ആത്മീയമായി നിൽക്കുന്ന ഈ വ്യക്തികളെയാണ് ഈ നെഗറ്റീവ് ശക്തികൾ പറ്റിച്ചിട്ടിരിക്കുന്നത്, സ്വാധീനിച്ച് വഴിതെറ്റിച്ചിട്ടിരിക്കുന്നതും. എന്നാൽ ദൈവിക ശക്തികളിലൂടെ തന്നെ പല അത്ഭുതങ്ങളും വീര്യ പ്രവൃത്തികളും ഇങ്ങനെയുള്ള രോഗമാറ്റലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവരിലൂടെ ഒക്കെ തന്നെയാണ്. പക്ഷെ ഇവരാരുടെയും ജീവിത രീതിയോ ജീവിത ശൈലിയോ ഒന്നും ഈ പ്രകൃതി വെച്ചിരിക്കുന്ന വ്യവസ്ഥയിലല്ല പലർക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. പലർക്കും അങ്ങനെയാണ്. എങ്കിലും ഒരു 90%, ഒരു 85%-ഓളം അവരാരും ദൈവിക വ്യവസ്ഥകളൊന്നും അത്ര കണ്ട് പാലിച്ചൊന്ന് പോകുന്നവരല്ല. കാരണം ദൈവം ഇവരിലൂടെ പ്രവർത്തിക്കുന്നു, അല്ലെ ഏതോ അദൃശ്യശക്തികളൊക്കെ പ്രവർത്തിക്കുന്നു. അപ്പൊ അവരുടെ ആ ശക്തികളുടെ സഹായത്താൽ ഇവർക്കും കാര്യങ്ങളൊക്കെ സ്മൂത്താ പോകുന്നുണ്ട്. അപ്പൊ ഇവരെന്ത് വിചാരിച്ചാൽ ആ വ്യവസ്ഥകളിലോട്ടൊന്നും അധികം ശ്രദ്ധ പുലർത്തൂല. കാരണം ഇവരൊരു ദൈവത്തിന്റെ ആളായിട്ടിരിക്കുകയില്ലേ. അപ്പൊ അങ്ങനെ വരുമ്പോ ഇവര് ഒന്ന് ഉഴപ്പും. ഇത് ഇവരെ കുഴപ്പമല്ല, ഏതൊരു മനുഷ്യനും പറ്റുന്ന ഒരു കാര്യം ഇതാണ്. നല്ല സുഖവും സൗഭാഗ്യങ്ങളും വന്നിരിക്കുമ്പോൾ പല കാര്യങ്ങളും അങ്ങ് ഉഴപ്പും, പല നിയമങ്ങളും പാലിക്കില്ല. പക്ഷേ ഇപ്പോ ഈ കാലഘട്ടം 2012-13 മുതല് ഇക്കൂട്ടർക്കും കർമ്മഫലങ്ങളെല്ലാം അളന്ന് പ്രകൃതി നൽകിക്കൊണ്ടിരിക്കുന്നു എന്ന സത്യം തിരിച്ചറിയണം. അപ്പൊ പലർക്കും അത് മനസ്സിലാകുന്നില്ല. ഇപ്പൊ ഒരുപാട് പേര് ആത്മീയ മേഖലയിൽ നിൽക്കുന്ന പലർക്കും കുടുംബ പ്രശ്നങ്ങളുണ്ട്, രോഗങ്ങളും ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. മെയിനായിട്ടും ഈ പെന്തക്കോസ് മേഖല, അത് എന്തുകൊണ്ടെന്നുള്ളത് ഞാൻ നിങ്ങൾ പിന്നെ പറഞ്ഞുതരാം. ഈ ആത്മീയ ഗുരുക്കൾക്ക് ഒരുപാട് പേർക്ക് ഒരുപാട് കഷ്ടങ്ങൾ വന്നുകൊണ്ടിരിക്കുകയും ഇപ്പൊ 2028 മുതൽ ഇനി അതിന്റെ കഷ്ടത്തിന്റെ റേഞ്ച് കൂടും. ഇപ്പൊ കഷ്ടങ്ങൾ ഇപ്പൊ പതുക്കെ പതുക്കെ കൊണ്ടുപോകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ കർമ്മഫലം ഒന്നിച്ചിട്ട് അനുഭവിപ്പിച്ചാൽ ഇവരെല്ലാരും മൊത്തം തകർന്ന് നശിച്ചു പോകും. അപ്പൊ അതുകൊണ്ട് പ്രകൃതി അങ്ങനെ ചെയ്യുന്നില്ല. കാര്യം ഇവരുടെയൊക്കെ കൈയിരിപ്പും ഇവരുടെ ജീവിത രീതി, ഇവരുടെയൊക്കെ സ്വഭാവങ്ങളൊക്കെ അഹങ്കാരവും പണക്കൊതിയും ആർഭാടവും ഞാനെന്ന ഭാവവും ഇങ്ങനെയൊക്കെ ആയി ഇവരൊക്കെ മൊത്തത്തില് കംപ്ലീറ്റ് നെഗറ്റീവ് മൈൻഡിലാണ് ഇവരൊക്കെ നിൽക്കുന്നത്. ഈ വാ കൊണ്ട് ദൈവിക കാര്യങ്ങൾ പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ഇവരിലൂടെ ചില അദൃശ്യ ശക്തികൾ മനുഷ്യർക്ക് ചില വ്യത്യാസങ്ങളൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നതല്ലാതെ ഈ വ്യക്തികളാരും ദൈവിക മാർഗത്തിൽ ആ നിയമമൊന്നും പാലിച്ചല്ല പോകുന്നത്. പലരും പുറമേ ചടങ്ങുകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും മനസ്സൊന്നും ആ ദൈവം ഉദ്ദേശിച്ച ആ മോക്ഷത്തിലേക്ക് എത്തുന്ന ലെവലിലല്ല. അപ്പൊ ഇവർക്കൊക്കെ ഇപ്പോ കർമ്മഫലം അനുഭവിപ്പിച്ചും അവരെ ജീവിതം പഠിപ്പിച്ചും ഈ കാലഘട്ടം തുടങ്ങി കഴിഞ്ഞു. കാരണം ഇവരുടെ ആത്മാക്കളെയൊക്കെ ദൈവത്തിന് കൊണ്ടുപോകണം. ഈ മോക്ഷമാർഗത്തിലേക്ക് പോസിറ്റീവിലേക്ക് പോകേണ്ടവരെല്ലാം പോസിറ്റീവിലോട്ട് തന്നെ കൊണ്ടുപോകണം. പക്ഷെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇവർ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന ഒരിക്കലും ഇവർക്ക് ഈ ജന്മത്തിൽ ഒരു മോക്ഷം കിട്ടൂല, അല്ലെങ്കിൽ ഇനി അടുത്ത ജന്മങ്ങൾ ഇത് പഠിപ്പിക്കേണ്ടി വരും. അപ്പൊ അതിനുള്ള ജന്മങ്ങളും ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇക്കൂട്ടർക്കും ഈ ദൈവത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന ആത്മജോലി ചെയ്യുന്ന ഇക്കൂട്ടർക്കും ഈ കർമ്മഫലങ്ങളെല്ലാം അവർക്കും അളന്ന് തീർത്തു കൊടുത്തിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എത്ര വലിയ ദൈവിക ആളായിട്ട് വലിയ ലെവലിൽ നിന്നാൽ പോലും അവനിലുള്ള ഒരു ചെറിയ കാര്യത്തിന് പോലും ഇവിടെ പരീക്ഷണങ്ങളും പരീക്ഷകളും അവൻ അനുഭവിച്ച് പാസ്സാവേണ്ടതുണ്ട്. അതിപ്പോ തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പൊ ഞാനിത് എടുത്ത് പറയുന്നത് വെച്ചാൽ ദൈവം എന്നിലൂടെ ഇതൊക്കെ അറിയിക്കാൻ പറയുന്നു. അപ്പൊ ഏതെങ്കിലും വഴിയിലൂടെ ഇവരുടെയൊക്കെ ചെവിയിൽ ഈ കാര്യങ്ങൾ എത്തിയാൽ അവർക്ക് വേണമെങ്കിൽ അവരുടെ ഭാഗങ്ങൾ എവിടെയാണ് ഞാൻ തെറ്റിയത്, എന്റെ എവിടെയൊക്കെ എനിക്കിനി നന്നാവാനുണ്ട് എന്നൊക്കെ നോക്കി അവർക്ക് വേണമെങ്കിൽ നന്നായി ഈ കഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടാം. ഈ കഷ്ടമാർക്ക് വരുന്നതേ അവരെ ശുദ്ധീകരിക്കുന്നതാണെന്നുള്ള സത്യം മനസ്സിലാക്കണം. ദൈവം അവരെ ശിക്ഷിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നതല്ല. പക്ഷെ ദൈവം ശിക്ഷിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടരുണ്ട്. അവർ ഭക്തി കെട്ട തനി നെഗറ്റീവായി ജീവിക്കുന്ന ഒരു വിഭാഗമാണ്. ഒരു 10% അങ്ങനെയുള്ളവരുണ്ട്. ബാക്കിയുള്ളവരെല്ലാരെയും ദൈവം ശരിക്കും മക്കളെ അടികൊടുത്ത് പഠിപ്പിക്കുന്നത് പോലെ അവരെ പഠിപ്പിക്കാനായി അനുവദിച്ചു വിട്ടിരിക്കുന്നതാണ്. അപ്പൊ ഈ കർമ്മഫലത്തിന്റെ കഷ്ടങ്ങളും അതിൻ്റെതായ രീതികളിലൂടെ ഇവർ പോകുമ്പോൾ ഇവർ നന്നാവേണ്ട പല മേഖലകളും ഇവർ നന്നായിരിക്കും. അതിപ്പം ദൈവത്തിന്റെ ജോലിക്കാരാണ് അങ്ങനെയൊന്നും ദൈവത്തിനില്ല. ദൈവത്തിന് ഈ ആത്മാവിനെ തിരിച്ചു കിട്ടണം, അത്രയേ ഉള്ളൂ. ദൈവത്തിന് വേണ്ടി ജോലി ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ അത് പിന്നത്തെ വിഷയം. പക്ഷെ ഈ ആത്മാവ് ദൈവത്തിന്റെ ലെവലിൽ നിൽക്കുന്ന ഒരു ആത്മാവായത് കാരണം ഈ ആത്മാവിനെ തിരിച്ച് ദൈവത്തിലേക്ക് എത്തേണ്ട ആവശ്യമുള്ളത് കൊണ്ട് ഇവിടെ തന്നെ ഈ ബാലൻസ് ചെയ്യേണ്ടി വരും. അപ്പൊ ഏറ്റവും കൂടുതൽ ദൈവം സ്നേഹിക്കുകയും എത്രയും വലിയ ഡയമെൻഷനിലേക്ക് ഈ എത്തേണ്ട ഒരു വ്യക്തിയാണെങ്കിൽ അത്ര കണ്ട് ഈ പരീക്ഷണങ്ങളും ആ തീയിലൂടെ ഉള്ള ഒരു ശോധന പരിപാടിയൊക്കെ അവർ ഒരുപാട് അനുഭവിക്കേണ്ടി വരും. ചെറിയ ചെറിയ ഡയമെൻഷനിൽ പോകേണ്ട ഈ ദൈവവേലക്കാർക്ക് അത്ര കഷ്ടം മതി, അത്രേ അവർക്ക് അനുഭവിക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. ഇപ്പൊ നമ്മൾ കഥകളിൽ വെച്ച് നോക്കുമ്പോൾ തന്നെ ദൈവത്തിന് വേണ്ടി അവതാര പുരുഷന്മാരായിട്ട് വന്നവർക്ക് പോലും ഈ ഭൂമിയിൽ വെച്ച് കർമ്മഫലം എവിടെയൊക്കെ തെറ്റി എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടോ അതെല്ലാം ഇവിടെ തന്നെ അനുഭവിച്ച് തീർത്തിട്ടേ അവർക്ക് തിരിച്ചു പോകാൻ കഴിഞ്ഞിട്ടുള്ളൂ. അങ്ങനെ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ തന്നെ ദൈവത്തിന്റെ ശബ്ദം കേട്ട് അല്ലെങ്കിൽ ദൈവം എന്നോട് സംസാരിച്ച് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ പറയുമ്പോൾ ഇതിൽ നിന്നും എനിക്ക് ഇളവൊന്നുമില്ല. എന്റെ ഭാഗത്തും എന്തെങ്കിലും അബദ്ധങ്ങളോ തെറ്റുകളോ പറ്റിയിട്ടുണ്ടെങ്കിൽ പറ്റിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ എന്നെയും ബാലൻസ് ചെയ്ത് പഠിപ്പിക്കും. അത് മാറ്റമൊന്നുമില്ല. അപ്പൊ എന്നെ പഠിപ്പിക്കുകയും ഞാൻ അനുഭവിക്കുകയും ചെയ്യുന്നത് കൊണ്ടൊക്കെയാണ്
ഇതിന്റെയൊക്കെ കാര്യങ്ങൾ ദൈവം എനിക്ക് പറഞ്ഞിരുന്നത്. അപ്പൊ ഇത് മനസ്സിലാക്കിയിട്ട് ഞാൻ എന്റെ ഭാഗങ്ങൾ മാക്സിമം ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നു, ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. മൈന്യൂട്ടായിട്ടുള്ള കാര്യത്തിന് പോലും നമ്മൾ അതിന്റെ ഫലം ഇവിടെ അനുഭവിച്ച് തീർക്കേണ്ടതായിട്ടുണ്ട്. കാര്യം ഈ ഒരു മൈന്യൂട്ട് കാര്യത്തിന് പോലും നമ്മുടെ ആത്മാവ് ആ എത്തേണ്ട ഡയമെൻഷനിലോട്ട് എത്താതെ തെറ്റിപ്പോകാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് ഈ ദൈവീകമായി ജോലി ചെയ്യുന്നവർക്ക് ഒരുപാട് കഷ്ടങ്ങൾ ഇനി അങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞു, ഇനി അങ്ങോട്ട് അനുഭവിക്കേണ്ടി വരും. അപ്പൊ ഇവര് സത്യങ്ങൾ തിരിച്ചറിഞ്ഞ് അവരുടെ ജീവിത ശൈലി, രീതിയും ഈ മനസ്സാണ് പ്രധാനം, മനസ്സും ആ മുക്തി അല്ലെങ്കിൽ ആ ദൈവം ഉദ്ദേശിക്കുന്ന ലെവലിൽ പാകപ്പെട്ടില്ലെങ്കിൽ പാകപ്പെടുന്നത് വരെ അവരെ ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. പല രീതിയിലെ പരീക്ഷണങ്ങളിലൂടെ അവരും കടന്നു പോയിക്കൊണ്ടേയിരിക്കും. ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ അനുഭവിക്കുന്നതും ഏറ്റവും കൂടുതൽ കഷ്ടം അനുഭവിക്കാൻ പോകുന്നതും ഈ ക്രിസ്തീയ മേഖലകളിലെ പെന്തക്കോസ്ത് എന്ന വിഭാഗത്തിൽ വേല ചെയ്യുന്ന ഈ പാസ്റ്റർമാരും സുവിശേഷകരെന്നൊക്കെ പറയുന്ന അവരാണ് ഏറ്റവും കൂടുതൽ കഷ്ടങ്ങൾ അനുഭവിക്കാൻ പോകുന്നത്. അത് തുടങ്ങി കഴിഞ്ഞു. ഇതിന്റെ കാരണം ഇപ്പൊ മറ്റ് ഹൈന്ദവ മതത്തിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മതത്തിലോ ഒക്കെ ആണെങ്കിൽ അവർക്ക് ഈ കർമ്മഫലം അവർ അനുഭവിച്ച് തീർത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ യേശുവിന്റെ മാർഗത്തിൽ നിൽക്കുന്ന ഇക്കൂട്ടർ അവരുടെ കർമ്മഫലങ്ങൾ അവർ തന്നെ അനുഭവിച്ച് തീർക്കാതെ യേശുവിന്റെ കുരുതിയിൽ വിശ്വസിച്ച് ദൈവത്തിൽ നിന്നും വൻ ഇളവുകൾ ലഭിച്ചവരാണ്. അത്രയും ഇളവ് ലഭിക്കുകയും അത്രയും ആത്മവളർച്ച പെട്ടെന്ന് അവർക്ക് സംഭവിക്കുകയും ചെയ്തത് കാരണം അവരുടെ നെഗറ്റീവ്സ് എല്ലാം വിട്ടുപോവുകയും അത് കാരണം അവർക്ക് ഒരുപാട് ദൈവികമായ നന്മകളും നേട്ടങ്ങളും കിട്ടിയിട്ടുള്ളവരുമാണ്. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾ ഇനി വഴിതെറ്റി പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു വശത്ത് ദൈവത്തിന്റെ ശിക്ഷ എന്ന രീതിയിലും കൂടെ അവർ അനുഭവിക്കേണ്ടി വരും. കാരണം അവർ ദൈവത്തെ വഞ്ചിച്ചതിന് തുല്യമാണ്. പക്ഷെ മറ്റുള്ള മതക്കാർ അങ്ങനെയല്ല. അവർ സൃഷ്ടാവ ദൈവത്തെ തിരിച്ചറിഞ്ഞിട്ടില്ല. മുൻ ജന്മങ്ങളിലും അതിന്റെ മുന്നേ ഉള്ള കാര്യങ്ങളിലൊക്കെ വെച്ച് മാതാപിതാക്കൾ വഴിയുള്ള കർമ്മഫലം ഇതെല്ലാം കഷ്ടം അനുഭവിച്ച് നെഗറ്റീവ് ശക്തികളുടെ പിടിയിൽ കിടന്ന് കഷ്ടം അനുഭവിക്കുന്നവരാണ് ഈ മറ്റ് പല ആൾക്കാരും. പക്ഷെ ഈ ക്രിസ്തീയ മേഖലയിൽ യേശുവിൽ വിശ്വസിച്ചിരിക്കുന്ന ഈ പെന്തക്കോസ്ത് എന്ന് പറയുന്ന വിഭാഗത്തിലുള്ളവർ അങ്ങനെയല്ല. അവരിത് മനസ്സിലാക്കി നേരത്തെ ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് ഇതിനെക്കാട്ടും കഷ്ടത്തിൽ കിടന്നവരാണ്. അപ്പൊ ആ സമയത്താണ് ഇവർ ഈ കുരുതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതിലൂടെ ഒരു വൻ ഇളവ് ലഭിക്കുകയും ചെയ്തത്. വൻ ഇളവ് ലഭിച്ചവർ അത്ര കണ്ട് ദൈവത്തിന് മറുവില നൽകേണ്ടി വരും. കാരണം അത്രയും ഇളവ് ലഭിച്ച ആ ദൈവത്തെ പറ്റിച്ചുകൊണ്ടാണ് ഇപ്പൊ പലരും പല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ കാലഘട്ടം ചേഞ്ച് ആകുന്നത് വരെ ദൈവം സഹിച്ച് ഇവരെയൊക്കെ വെച്ചേക്കുകയായിരുന്നു. ഇനി അങ്ങനെയല്ല, അവരെയും ദൈവത്തിന് മോക്ഷമാർഗം അല്ലെങ്കിൽ നിത്യത എന്ന് പറയുന്നതിലേക്ക് കൊണ്ടുപോകണം. പക്ഷെ ഇപ്പോഴത്തെ കയ്യിരിപ്പ് കാരണം, ഇപ്പോഴത്തെ അവരുടെ സ്വഭാവം കാരണം ഈ കണ്ടീഷനിൽ കൊണ്ടുപോകാൻ കഴിയാത്തത് കൊണ്ട് അവരെയും തീയിലൂടെ ശോധന ചെയ്യും. അത് മറ്റുള്ളവരെക്കാട്ടിലും വലിയ കഷ്ടത്തിലായിരിക്കും അവരെ കൊണ്ടുപോകുന്നത്. കാര്യം അത്രയും ദൈവത്തിൽ നിന്ന് നന്മകൾ വാങ്ങിച്ചവരാണ്. നെഗറ്റീവിന്റെ ശല്യങ്ങൾ അത്ര കണ്ട് അവർ അനുഭവിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ അനുഭവിക്കാതെ രക്ഷിച്ചു കൊണ്ടുവന്ന ഈ കൂട്ടർ ദൈവത്തിന്റെ മുന്നിൽ ചെയ്യുന്ന ചെറിയ തെറ്റിന് പോലും കർശനമായ കർമ്മഫലങ്ങൾ ഇനി അവർ അനുഭവിക്കേണ്ടതുണ്ട്. അതും തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്റെ ഈ മെസ്സേജ് കേൾക്കുന്ന അനേകർ ഇവരെയൊക്കെ ആശ്രയിച്ച് നിൽക്കുന്നതായിട്ട് എനിക്കറിയാം. ഇപ്പൊ ഹൈന്ദവ മാർഗത്തിലാണെങ്കിലും മുസ്ലിം മാർഗത്തിൽ ഏത് മാർഗത്തിലാണെങ്കിലും ഒരുപാട് ജനങ്ങൾ ഇവരെയൊക്കെ ആശ്രയിക്കുകയും ഇവരിൽ നിന്നെല്ലാം കേട്ട് പഠിച്ചുകൊണ്ടിരിപ്പുണ്ട്. പക്ഷെ ഇവർക്കൊക്കെ ഓരോ കഷ്ടങ്ങളും വിഷമങ്ങളും പ്രശ്നങ്ങളും ദുരിതങ്ങളും അവരുടെ കുടുംബത്തിൽ അനുഭവിക്കുമ്പോൾ നിങ്ങളാരും ദൈവത്തെ സംശയിക്കരുത്. പകരം ദൈവത്തിന് നന്ദി പറയണം. കാരണം അവരെയൊക്കെ കർമ്മഫലങ്ങൾ അനുഭവിപ്പിച്ച് തീർത്ത് ആ ആത്മാക്കളെല്ലാം ദൈവം കൊണ്ടുപോകുന്നു. ദൈവത്തിന്റെ ആ പോസിറ്റീവിലേക്ക് കൊണ്ടുപോകാനുള്ള പ്രക്രിയകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്നും അവരിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്നും നിങ്ങൾ മനസ്സിലാക്കണം. പറ്റുമെങ്കിൽ ഇങ്ങനെ കഷ്ടം അനുഭവിക്കുന്ന ആത്മീയ ഗുരുക്കന്മാർക്ക് ഈ കാര്യം കൂടി നിങ്ങൾ അവരോട് അവതരിപ്പിക്കുകയും ചെയ്യണം. അവർ ധ്യാനിച്ചും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ദർശനത്തിലോ ഒക്കെ അവർക്ക് ലഭിക്കും. ഇപ്പോൾ അവർ വലിയ സീരിയസ് ഇല്ലാതെ അങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാണ് അവർക്കത് കിട്ടാത്തത്. അവർ സീരിയസ് ആയിട്ട് ദൈവത്തോട് ചോദിച്ച് പ്രാർത്ഥിച്ചാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകും. അതോടുകൂടി അവരുടെ ജീവിത രീതിയും അവർ തന്നെ ചേഞ്ചായി ദൈവത്തിന്റെ മാർഗത്തിൽ അവർ സന്തോഷകരമായി തന്നെ ദൈവത്തിന് വേണ്ടി ജോലിയും ചെയ്യും. ഓക്കെ, ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്ത്